ഹായ്, ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു നമ്മൾ കൊല്ലത്തുനിന്ന് പുതിയ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് യാത്ര നമ്മൾ തുടങ്ങാൻ പോവാണ്. കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിന് കയറി തിരുപ്പതിയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിന് കയറാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ മെയിൻ വഴിയിലൂടെ അല്ലോട്ടാണ് പോകുന്നത്. ഈ ഒരു റോഡ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ശങ്കേഴ്സ് ഹോസ്പിറ്റലിന് അവിടെ എത്തും. ഇതിലെ ഇങ്ങോട്ടാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴി. ഞാൻ അതിലൊന്നും പോകാത്ത എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റേഷൻ്റെ റീഡെവലപ്മെൻറ്റ് വർക്ക് കിടക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഫുൾ പൊടിയും ബഹളവും ഒക്കെ ആയിട്ട് ആകെ അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ വലിയ ആളും തിരക്കൊന്നുമില്ലാതെ ഈ വഴി അങ്ങനെ കയറി പോകുന്ന വെച്ച പ്ലാറ്റ്ഫോമിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിനെ തിരുപ്പതി വരെ കൊണ്ടുപോകുന്ന ലോക്കോ. ലാലാഗുഡ ഷെഡിൻ്റെ WP7 30-611 അതാണ് നമ്മുടെ ലോക്കോ. ഇവനാണ് നമ്മളെ തിരുപ്പതി വരെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ബോർഡ് വരുന്നത് കേട്ടോ. കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആയിട്ടും അതുപോലെ തന്നെ തിരുപ്പതി നരസാപൂരിലേക്ക് പോകുന്നൊരു വണ്ടിയായിട്ട് ഇനി റേക്ക് ഷെയറിംഗ് ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ നമ്പർ വരുന്നത് 17422 ഈ നേരെ നമ്മുടെ കോച്ചിലേക്ക് പോവാം. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ജനറൽ കോച്ച് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ട്രെയിൻ പുറപ്പെടാനായിട്ട് ഇനി അരമണിക്കൂറും കൂടെ ഉള്ളൂ. 10:10 10:40 നമ്മുടെ ട്രെയിന് പുറപ്പെടുന്നത്. ഫ്രണ്ടിലായിട്ടാണ് 2 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ജനറൽ കമ്പാർട്ട്മെൻ്റ് അവസ്ഥ. ആരുമില്ല. ഇത് ഫ്രണ്ടിൽ നിന്ന് 2ാമത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. ഫസ്റ്റ് കോച്ചിൽ കുറച്ച് ആൾക്കാർ, വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ കയറിയിരിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് കോച്ച് കാലിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൊല്ലത്ത് നിന്ന് കുറച്ച് നേരത്തെ വന്നാലും ജനറലിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ. B5 ഹംസഫറിൻ്റെ ലിവറി ഉള്ള കോച്ചാണ്. അത് നമുക്ക് നേരെ കോച്ചിൻ്റെ അകത്തോട്ട് കയറാം. ഇവിടെ അവർ തുടച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കോച്ച്. കൊല്ലത്തുനിന്ന് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിൽ. ഇതാണ് എൻ്റെ ബെർത്ത് വരുന്നത്. 71 സൈഡ് ലോവർ ഈ കയറി വരുന്ന ഇവിടെ തന്നെ. ഞാൻ ഈ വണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 290 സീറ്റിൻ്റെ മേലെ വേക്കൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ സൈഡ് ലോവർ പ്രിഫറൻസ് കൊടുത്താണ് ബുക്ക് ചെയ്തത്. അത് കിട്ടിയത് എനിക്ക് ഇങ്ങറ്റത്തുള്ള സൈഡ് ലോവർ 71 കിട്ടിയത്. സാരമില്ല, ബാക്കി കോച്ച് ഏറെക്കുറെ വേക്കൻ്റ് ആണ്. നമുക്ക് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരിക്കണമെങ്കിൽ ഇരിക്കാം. നമുക്ക് നമ്മുടെ വാഷ്റൂമൊക്കെ നോക്കാം നമ്മുടെ കോച്ചിലെ. ഇത് ഇന്ത്യൻ സ്റ്റൈലാണ്. അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹംസഫറിൻ്റെ വാഷ്റൂമിൻ്റെ ഉള്ളിൽ ബേബി സീറ്റർ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ കുട്ടികളുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള കുട്ടികളെ ഇരുത്തിയിട്ടുള്ള. ഉള്ളിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്തും ഇന്ത്യൻ തന്നെയാണ്, 2 സൈഡ് ഇന്ത്യനാണ്. നമ്മുടെ കോച്ചിൻ്റെ ഡോറ് ഓട്ടോമാറ്റിക് ഡോറ് ഉള്ള ഇതായിരുന്നു കേട്ടോ. ഈ സാധനം കണ്ടോ, ഇത് ഓട്ടോമാറ്റിക് ഡോറിൻ്റെ ആണ്. പക്ഷെ ഇപ്പം അത് ഫങ്ഷനിങ് ഒന്നുമല്ല, സാധാരണ നമ്മൾ മാനുവലി തന്നെ അടയ്ക്കണം. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ഡോറാണിത്. എന്തായാലും കൊള്ളാം. ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് നമ്മുടെ ട്രെയിൻ കൊല്ലത്തുനിന്ന് തിരുപ്പതിയിലേക്ക് പോകുന്നത്. രാവിലെ 10:40 എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുലർച്ചെ 3:20 തിരുപ്പതി എത്തിച്ചേരും. തിരുപ്പതിയിൽ തിരിച്ചു വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് 2:30 എടുക്കുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ തിരുപ്പതി ഉച്ചയ്ക്ക് 2:30 എടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 6:20 കൊല്ലത്തെത്തിച്ചേരും. ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനിൻ്റെ ടൈമിങ് വരുന്നത് കേട്ടോ. പോകുന്ന റൂട്ടൊക്കെ നമ്മൾ സാധാരണ റൂട്ടാണ്. ഇവിടുന്ന് കൊല്ലത്തുനിന്ന് നേരെ കായംകുളം, കോട്ടയം, പാലക്കാട്, കോയമ്പത്തൂർ വഴിയാണ് നമ്മൾ നേരെ തിരുപ്പതി പോകുന്നത്. നമ്മളൊരു 10 മിനിറ്റ് ലേറ്റായിട്ട് ഇപ്പോൾ കൊല്ലത്തുനിന്ന് പുറപ്പെട്ടു കേട്ടോ. പ്ലാറ്റ്ഫോമിലൊരു ക്രെയിനൊക്കെ നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞോട് ഫുൾ വർക്ക് കിടക്കാനുണ്ട്. മിനിറ്റ് ഡിലേ ആയിട്ട് കായംകുളം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ വഴിക്കൊക്കെ ചവിട്ടി ചവിട്ടി ആവുന്നുണ്ട്. പറഞ്ഞ
നേത്രാവതി കായംകുളം പാസ്സായതിനു ശേഷം നമ്മൾ നേത്രാവതിയുടെ മുന്നിലാണെങ്കിൽ മറ്റേ കൊച്ചുവേളി അമൃത്സർ കൊണ്ടായിരുന്നു. ആ വണ്ടി രണ്ടും ആലപ്പുഴ വഴി പോകുന്നതാണ്. എന്നാലും ഇത് കായംകുളത്ത് കയറിയാൽ മാത്രമല്ല നമുക്ക് പുറകിൽ വരുന്ന വണ്ടിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശാസ്താംകോട്ടയും കരുനാപ്പള്ളിയും കൊച്ചരയും എല്ലായിടത്തും ചവിട്ടിയാൽ കായംകുളത്ത് അരമണിക്കൂർ ഡിലേ ആയിട്ടാണ് കായംകുളത്ത് കയറിയത്. 11:20 കായംകുളത്ത് എത്തേണ്ടത് 11:52 ആയപ്പോഴാണ് ഇവിടെ കായംകുളം എത്തിയിട്ടുള്ളത്. നമ്മൾ കായംകുളം പുറപ്പെട്ടിരിക്കുകയാണ്. നേരെ ഇവിടുന്ന് കോട്ടയം ലൈനിലോട്ട് കയറും. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്ന മാവേലിക്കര കേട്ടോ. ഇനി അങ്ങനെ അങ്ങോട്ട് സ്റ്റോപ്പ് ഉണ്ട്. മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. 35 മിനിറ്റ് ഡിലേയോടെ മാവേലിക്കര എത്തി കേട്ടോ. നമ്മളങ്ങനെ ചെങ്ങന്നൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സെയിം 35 മിനിറ്റ് ഡിലേയോട് കൂടി 11:45 ചെങ്ങന്നൂർ എത്തേണ്ടത്. 12:00 ചെങ്ങന്നൂരിൽ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മുടെ കോച്ചിലായിട്ട്. നമ്മൾ ചെങ്ങന്നൂർ ഫ്യൂവലിൽ എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ചങ്ങനാശ്ശേരിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ സ്റ്റോപ്പ് കോട്ടയം. നമ്മളങ്ങനെ കോട്ടയത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സെയിം ഡിലേ ആണ്. 35 മിനിറ്റ് ഡിലേയോടെയാണ് നമ്മൾ കോട്ടയത്ത് എത്തുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് B5 ഹംസഫറിൻ്റെ ലിവറിലുള്ളൊരു കോച്ചാണ്. 2018 മാനുഫാക്ചർ ആയിട്ടുള്ള കോച്ചാണ്. നമ്മളങ്ങനെ കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 1 മണിയായി. കഴിക്കാനുള്ള ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അതാണ് ഇന്ന് കഴിക്കുന്നത്. അതാണ്ടോ കഴിക്കാറുള്ള ചോറ്, ബീട്രൂട്ടിൻ്റെ ഉപ്പേരി, ചമ്മന്തി, അച്ചാറ്, മുട്ട പൊരിച്ചത്. അത് ഇലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നത്. എറണാകുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് കാണുന്നതാണ് കേട്ടോ എറണാകുളത്തെ കോച്ചിങ് ഡിപ്പോ. അവിടെ താഴത്ത് കുറേ വീലൊക്കെ വെച്ചേക്കുന്നുണ്ടോ. ഇവിടെയാണ് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ഓരോ വണ്ടികളുടെയൊക്കെ കോച്ചുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലം. നമ്മളങ്ങനെ എറണാകുളം ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഡിലേ എറണാകുളത്ത് എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരത്തെ 34 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നത് ഇപ്പോൾ എറണാകുളത്തെത്തിയ സമയത്ത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും മിക്കവാറും കൂടും. കാര്യം എന്താ വെച്ചാൽ നേത്രാവതി എക്സ്പ്രസിൻ്റെ പുറകിലുണ്ട്. നേത്രാവതി ഇപ്പോൾ അവിടുന്ന് ഓവർടേക്ക് ചെയ്ത് പോകും. എന്നിട്ട് ഇനി അത് ഷൊർണൂർ വരെ നമ്മളെ മുന്നിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡിലേ മിക്കവാറിഞ്ഞ് കൂടും. വന്ദേ ഭാരത് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും സുഖം. ബുധനാഴ്ച വന്ദേ ഭാരത് ഇല്ലാത്ത ദിവസമായിട്ട് അതിൻ്റെ തീർപ്പ് എന്തായാലും കിട്ടില്ല. എനിക്ക് അതിൻ്റെ തെക്കൂടി കിട്ടിയത്. നമ്മളങ്ങനെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് നേത്രാവതിയിൽ ഓവർടേക്കും കിട്ടിയില്ല കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ ലോക്കോടെ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേന് നേത്രാവതി നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി കേട്ടോ. പറഞ്ഞില്ലേ ഡിലേ പിന്നെയും കൂടുന്നത്. നമ്മൾ ആലുവെത്തിയപ്പോൾ പിന്നെയും പഴയ ഡിലേയായിട്ട് വന്നു. 15 മിനിറ്റ് നേത്രാവതി ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ. ഇപ്പം നേത്രാവതിയുടെ പുറകിൽ വീണ്ടും ഇട്ടിങ്ങനെ വലിപ്പിച്ചുകൊണ്ടിരിക്കും. മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങെത്തും, അല്ലെങ്കിൽ ഇങ്ങനെ വലിപ്പിച്ചു പോകും.
എക്സ്പ്രസ് ആണ് കേട്ടോ. ഇതിപ്പോൾ സൂപ്പർ ഫാസ്റ്റ് അല്ല, വായൽ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്നത്, പക്ഷേ എക്സ്പ്രസ് ആണ്. നമ്മൾ നമ്മുടെ സ്വന്തം തൃശ്ശൂരേക്ക് ഇരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ബ്ലോഗിലൂടെ നമ്മൾ തൃശ്ശൂർ വഴി കടന്നു പോകുന്നത്. തൃശ്ശൂർ ഒന്നെങ്കിൽ നമ്മൾ വന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വന്ന് ഇറങ്ങുമായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ തൃശ്ശൂരേക്ക് ജസ്റ്റ് പാസ് ചെയ്ത് പോകാം കേട്ടോ. നമ്മൾ തൃശ്ശൂരിന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പോകുന്നതാണ് കേട്ടോ. മഴക്കാറ് കാണുന്നുണ്ട്, മഴ പെയ്യോ എന്നറിയില്ല. ഇന്നലെ ഞാൻ കൊല്ലത്തോട്ട് പോകുന്ന വഴിക്കൊക്കെ മഴ പെയ്തായിരുന്നു. നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ പാലക്കാട് എത്തി. ഞാനിതിൻ്റെ ടിക്കറ്റ് ഫെയറും കാര്യം പറയാം കേട്ടോ. എനിക്ക് കൊല്ലത്ത് നിന്ന് തിരുപ്പതി വരെ ആയത് 1195 രൂപയാണ്. പിന്നെ നമ്മുടെ ട്രെയിൻ ടോട്ടൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 829 കിലോമീറ്ററാണ്. അത് കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം 16 മണിക്കൂർ 40 മിനിറ്റാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ കവർ ചെയ്യുന്നത്. ഈ വണ്ടി ഓടി തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് 2024 മാർച്ച് 12-നാണ് നമ്മുടെ വണ്ടി ആദ്യമായിട്ട് ഇനോഗ്രേഷൻ ചെയ്തിട്ടുള്ളത്. ആകെ 1.5 വർഷമായിട്ടുള്ള നമ്മുടെ വണ്ടി സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ പാലക്കാട് നിന്ന് ക്രൂ ചേഞ്ചും വെള്ളം നിറയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഈ വണ്ടിയിൽ സേലം ഡിവിഷൻ്റെ ക്രൂ ആക്കി കയറിയിട്ടുള്ളത്. കേരളത്തിലെ അവസാന സ്റ്റേഷനായിട്ടുള്ള വാളയാർ സ്റ്റേഷനിലെത്തി കേട്ടോ. ജംഗ്ഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഓൺ ടൈമായി.
നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി കുറച്ച് ലേറ്റ് ഉണ്ട്. മര്യാദയ്ക്ക് ഓടി വന്ന വണ്ടിയായിരുന്നു, പക്ഷേ പോത്തന്നൂർ കൊണ്ടിട്ടു നമ്മളെ വണ്ടി. അത് കഴിഞ്ഞ് ഇവിടെ ഔട്ടറിലും കൊണ്ടിട്ടു. ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കേണ്ട ടൈം ആയപ്പോഴാണ് നമ്മൾ ഒന്ന് കയറിയത്. ഒരു 5 മിനിറ്റ് ഡിലേ ഉള്ളൂ. കുറേ ആൾക്കാർ കയറണ്ട കേട്ടോ കോയമ്പത്തൂരായപ്പോൾ. കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരുപ്പൂരാണ്. ഇത് കോയമ്പത്തൂർ 1A പ്ലാറ്റ്ഫോം ആട്ടോ. കോയമ്പത്തൂർ അറിയാലോ, 2 സൈഡിലും പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് 1ഉം 1Aയും. നമ്മളങ്ങനെ തിരുപ്പൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 14 മിനിറ്റ് നമ്മുടെ വണ്ടി ഡിലേ ഉണ്ട്. തിരുപ്പൂർ കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വണ്ടിയിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരുപ്പൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ഈറോഡാണ്. കൊണ്ടിരിക്കുകയാണ്. ഈറോഡ് സ്റ്റേഷൻ്റെ പിറ്റ് ലൈനിൽ ആ ഒരു അമൃത് ഭാരതിൻ്റെ റേക്ക് കിടക്കുന്നുണ്ടോ, അത് നമ്മുടെ ഈറോഡ് ജംഗ്ഷൻ ടു ജോഗ്ബാണി ഇല്ലേ, അങ്ങോട്ട് പോകുന്ന അമൃത് ഭാരതാണ്. നമ്മളങ്ങനെ 15 മിനിറ്റ് ബിഫോർ ടൈമായിട്ട് ഈറോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈറോഡ് എത്തി. ഇവിടെ ഇനി 10 മിനിറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇനി ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ. കിടക്കാൻ പോവാ കേട്ടോ. നമ്മൾ ഈറോഡിൽ നിന്ന് എടുത്തിട്ടില്ല. ഈ പാർസൽ വീഡിയോ ഒന്നും എടുക്കാൻ ഇപ്പം നിൽക്കുന്നില്ല ഞാൻ. ഇപ്പം തന്നെ വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാവും. നാളെ രാവിലെ ഏതാണ്ട് 3:25 ആകുമ്പോഴാണ് നമ്മൾ തിരുപ്പതി എത്തുക. അപ്പോൾ ഇപ്പോൾ കിടന്നുറങ്ങിയാലേ ശരിയാവുള്ളൂ. നാളെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ കുളമാവും, ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഉറക്കം മസ്റ്റാണ്. അപ്പോൾ ഞാൻ കയറി കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. നാളെ രാവിലെ തിരുപ്പതി എത്തിയത് കാണാം. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ തിരുപ്പതി എത്തി. നല്ല ഉറക്കമായിരുന്നു, വലിയ കുഴപ്പമൊന്നുണ്ടായില്ല. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. രാവിലെ നമ്മൾ 3:25 എത്തേണ്ടത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞോടെ 3:30 ആയപ്പോൾ നമ്മൾ തിരുപ്പതി എത്തി. അപ്പോൾ നമ്മുടെ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ഇതിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ പുറത്ത് പോയിട്ട് ഒരടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു അഗൈൻ.